ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലെങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴുത്ത തക്കാളിയാണ്. ഇതൊരു 1/2 കിലോ തക്കാളിയോളം ഉണ്ട്. പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ബീറ്റ്റൂട്ട്, പിന്നെ ഒരു കറുകപ്പട്ടയും ഗ്രാമ്പൂ. അപ്പോൾ നമുക്ക് തക്കാളിയെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. കൂടത്തിൽ തന്നെ ബീറ്റ്റൂട്ടും ഒന്ന് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ തക്കാളിയും ബീറ്റ്റൂട്ടെല്ലാം ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി, ബീറ്റ്റൂട്ട്, ഗ്രാമ്പൂ, കറുകപ്പട്ട, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം, ഒരു 10 മിനിറ്റ്. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാമ്പൂവും ആ പട്ടയും നമുക്കൊന്ന് എടുത്ത് മാറ്റി കളയാം. നമ്മളിത് മിക്സിയിൽ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ അത് അരയ്ക്കേണ്ട ആവശ്യമില്ല. അത് അരച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലേവർ അങ്ങോട്ട് ആയിപ്പോവും. അത്രയ്ക്ക് വേണ്ട, ജസ്റ്റ് ആ ഫ്ലേവറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് ഈ ജാറിലിട്ടത് അരച്ചെടുക്കാം. നല്ല ചൂടോടുകൂടി ഒരിക്കലും ഇത് അരച്ചെടുക്കരുത് കേട്ടോ. മിക്സി ഓൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ജ്യൂസൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന അരിപ്പയില്ലേ, അതിലൂടെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിപ്പോൾ ഞാനത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ആ തൊലിയും കുരുവും ബീട്രൂട്ടിൻ്റെ കുറച്ച് അരയാത്ത ഭാഗങ്ങളെല്ലാം കൂടി. ഇനി നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ നീര് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 4 സ്പൂൺ പഞ്ചസാര കേട്ടോ. ഇത് ഞാൻ പഞ്ചസാരയുടെ അളവ് എപ്പോഴും ഇത്തിരി കൂട്ടിയിടുന്ന ആളാണ്. അതുകൊണ്ട് 4 സ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്തിട്ടിട്ട്, പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് 2 സ്പൂൺ വിനാഗിരി 2 സ്പൂൺ മതി. അതും എനിക്ക് പുളിയും ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഞാൻ ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് പുളി അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 സ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇത്തിരി നല്ലത്, കളർ ഇത്തിരി കൂടെ കിട്ടും. ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. തിളച്ചൊന്ന് വരട്ടെ. തിളച്ച് വന്നവരെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ്, ഞാൻ 1/2 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതും ചേർത്ത് നല്ലതുപോലെ വീണ്ടും നമുക്കൊന്ന് ഇളക്കാം. ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന എക്സസ് ആയിട്ട് വരുന്ന പതയൊക്കെ അത് പഞ്ചസാരയിലേക്കുള്ള വേസ്റ്റാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് അങ്ങോട്ട് കോരിക്കളയാം. ആ പതകളെല്ലാം നല്ലപോലെ കോരിക്കളയാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ മൈദയാണിത്. 1 സ്പൂൺ മൈദ 1 സ്പൂൺ പച്ചവെള്ളം ചേർത്ത് കലക്കിയതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും ഇളക്കിയെടുക്കാം. ഇത് ഞാനൊരു 15 മിനിറ്റ് ഇളക്കിയെടുത്ത പരുവാണ്. ഇത് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കൈ വിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൈ വിട്ട് തന്നെ ഇളക്കിയാൽ മതി. ചൂടാറുമ്പോഴേക്കും ഒരു കുറച്ചും കൂടി തിക്നെസ് ആവും. അപ്പോൾ നമുക്കിത് തണുക്കാൻ മാറ്റി. അപ്പം ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറക്റ്റ് പരുവാണ്. അത് അറിയാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പം ഇങ്ങനെ സ്പ്രെഡായി പോവാതെ ആ ഒഴിച്ച സ്ഥലത്ത് തന്നെ അത് കിടക്കും. കണ്ടോ? അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പം ടൊമാറ്റോ സോസൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. 1/2 കിലോയൊക്കെ ഉണ്ടാക്കിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതിൻ്റെ പേരിൽ ഇത് ഒരുപാട് നാളൊന്നും കേടുകൂടാതിരിക്കില്ല. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മാക്സിമം പോയാൽ. അപ്പോൾ നമുക്കിത് നല്ല ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എനിക്കിപ്പോൾ ഇത് കണ്ട ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇത് കിട്ടിയേക്കുന്നത്. ഈ കുപ്പിയിൽ 1/2 കുപ്പിയോളാണ് കിട്ടിയിട്ടുള്ളത്.